ഹായ് ഹലോ, നമുക്കൊരു വലിയ ചക്ക കിട്ടിയിട്ടുണ്ട്. ഇത് പഴുക്കാൻ വേണ്ടി മാറ്റി വെച്ചായിരുന്നു. പഴുത്തതായി തോന്നുന്നുണ്ട്. ഓപ്പൺ ആക്കി നോക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇതിനെക്കൊണ്ട് ചക്ക അപ്പവും ചക്ക വരട്ടിയതും ഉണ്ടാക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ വീഡിയോയിൽ ഞാൻ ചക്ക അപ്പം ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. സെക്കൻഡ് പാർട്ടിൽ ചക്ക വരട്ടുന്നത് കാണിക്കാം. അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കുറേ കൂടിപ്പോവും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇത് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതാ, നമുക്ക് ചക്കയുടെ ചുളയൊക്കെ അങ്ങനെ മാറ്റിയെടുക്കാം. ചുളയുടെ ഇത് തിക്നെസ് ഇത്തിരി കുറവാണ്, പക്ഷെ നല്ല വലിയ കുരുവാണ്. അപ്പോൾ ഇതുപോലെ കുരുവൊക്കെ മാറ്റി ചുള മാത്രം എടുക്കുക. ചുളയൊക്കെ മാറ്റിയെടുത്തതിന് ശേഷം വെല്ലവും ചേർത്തിട്ട് നമ്മളിത് ഗ്യാസിൽ വെച്ച് വേവിക്കുകയാണ്. നന്നായി വെന്തതിന് ശേഷം നമുക്ക് പകുതി വെച്ചിട്ട് വരട്ടിയോ പകുതി വെച്ചിട്ട് ചക്ക അപ്പവും ഉണ്ടാക്കാം. നല്ല മഴ കൂടിയ സമയമാണ്. നന്നായി മഴ പെയ്യുന്നുണ്ട്. മഴയും ഈ ചക്കയുടെ പണിയൊക്കെ കൂടി നല്ലൊരു സുഖമുള്ളൊരു അറ്റ്മോസ്ഫിയർ, ഒരു സുഖമുള്ളൊരവസ്ഥയായിട്ട് എനിക്ക് തോന്നിയത്. ചക്ക ഏതായാലും നന്നായി വെന്ത് ബബിൾസൊക്കെ വരേണ്ട ഈ ഒരു സ്റ്റേജ് നമ്മൾ ശ്രദ്ധിക്കണം. നന്നായി ഇളക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇത് മുഖത്തൊക്കെ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. കൈയൊക്കെ പൊള്ളാതെ നോക്കുക. നന്നായി ഇളക്കി വെന്തതിന് ശേഷം ഓഫാക്കുക. ചക്ക അപ്പം നമ്മൾ വാഴ ഇലയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വാഴ ഇലയുടെ ആ ടേസ്റ്റും കൂടി ആകുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പത്തിന്. ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി എടുത്തിട്ട് അതൊന്ന് ഗ്യാസിൽ വെച്ച് വാട്ടിയെടുക്കണം. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഇല ഒന്ന് അതിൻ്റെ ഷേപ്പാക്കി എടുക്കുമ്പോൾ പൊട്ടാതിരിക്കും. അതുമാത്രമല്ല അപ്പത്തിന് നല്ലൊരു ഫ്ലേവറും കിട്ടും. വാട്ടിയെടുത്തതിന് ശേഷം ഇല നന്നായി വാഷ് ചെയ്ത് മാറ്റി വെക്കുക. അപ്പോഴേക്ക് നമ്മുടെ ഈ ചക്ക വേവിച്ചത് ഒന്ന് തണുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ അത് തണുത്തതിന് ശേഷം നമുക്കിത് മിക്സി ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് നന്നായി സ്മൂത്തായി അരച്ചെടുക്കാം. സ്മൂത്തായി അരച്ചെടുത്തിട്ട് ഇതിന് ശേഷം പകുതി അപ്പം ഉണ്ടാക്കാനും പകുതി വരട്ടാനും നമുക്ക് യൂസ് ചെയ്യാം. മിക്സി ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. നല്ല സ്മൂത്തായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി അരിപ്പൊടി ചേർക്കാം. ഞാൻ സാധാരണ നമ്മൾ പുട്ടിന് യൂസ് ചെയ്യുന്ന അരിപ്പൊടി തന്നെയാണ് ചേർത്തിട്ടുള്ളത്. അരിപ്പൊടി ചേർത്ത് ഒന്ന് നല്ല തിക്നെസ് ആക്കിയിട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിനേക്കാളും കുറച്ചുകൂടെ തിക്കായിട്ട് നമുക്ക് എടുക്കേണ്ടി വരും. ആ ഒരു പാകത്തിനാക്കി കുഴച്ചെടുക്കുക. അരിപ്പൊടിയുടെ കട്ടയൊന്നുമില്ലാതെ നന്നായി കുഴച്ചെടുക്കുക. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായും പിന്നെ കൊട്ടത്തേങ്ങയാണ് വേണ്ടത്. കൊട്ടത്തേങ്ങ ഇതുപോലെ ചെറിയ പീസസ് അരിഞ്ഞിട്ട് നെയ്യിലിത്തിരി ഒന്ന് വാട്ടിയെടുക്കണം. നെയ്യിൽ വാട്ടിയെടുക്കുമ്പോൾ അതിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയിട്ട് നമുക്ക് നെയ്യിലൊന്ന് വാട്ടിയെടുത്തിട്ട് വേണം ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇല ഒരു സൈഡ് റബ്ബർ ബാൻഡ് ഇട്ട് നമ്മളൊരു സിലിണ്ടറിക്കൽ ഷേപ്പാക്കി എടുക്കണം. വാഴയില സിലിണ്ടറിക്കൽ ഷേപ്പാക്കി എടുത്തിട്ട് അതിനകത്തേക്കാണ് നമ്മൾ ഈ കൂട്ട് നിറക്കുന്നത്. കൂട്ട് നിറച്ചിട്ട് രണ്ട് സൈഡിലും റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി ആ ഒരു സ്പെഷ്യൽ ഷേപ്പിലാക്കിയിട്ടാണ് നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഒരു സൈഡ് റബ്ബർ ബാൻഡ് ഇട്ടു. അതിലേക്ക് നമുക്ക് ഈ കൂട്ട് നിറച്ചെടുക്കാം. അത് റെക്കോർഡ് ചെയ്യുമ്പോൾ കുറച്ച് ആംഗിൾ മാറിപ്പോയിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ സ്പൂൺ വെച്ച് കോരി ഇട്ട് കൊടുത്താൽ മതി. മറ്റേ സൈഡ് റബ്ബർ ബാൻഡ് ഇട്ട് ഇതുപോലെ കെട്ടാം. ഇതുപോലൊരു ഷേപ്പാണ് നമുക്ക് കിട്ടുക. നമുക്ക് എല്ലാറ്റിലും ഇതുപോലെ മാവ് നിറച്ച് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റീൽ പാത്രത്തിൽ അടിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വേവാനുള്ള പാകത്തിനുള്ള വെള്ളം വെക്കുക. അതിന് മേലെ നമ്മുടെ അരി വാർക്കുന്ന അരിപ്പയാണ് വെച്ചിട്ടുള്ളത്. അല്ല, ഇഡ്ഡലി തട്ട് വേണമെങ്കിൽ അതും എടുക്കാം. അതങ്ങനെ വെച്ചിട്ട് അടച്ചിട്ട് ഇതുപോലെ വേവിക്കാം. വേവിച്ച് ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് ഒക്കെ എടുക്കുന്നതൊന്ന് ശരിക്കും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. സംഭവം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഓപ്പൺ ആക്കി നോക്കാം. റബ്ബർ ബാൻഡ് അഴിച്ച് നോക്കുമ്പോൾ നമ്മളൊരു സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ നമുക്ക് കേക്ക് മുറിക്കണ പോലെ ചെറിയ ചെറിയ സ്ലൈസസ് ആക്കി മുറിച്ചെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കറുവാപ്പട്ടയുടെ ഇലയിലൊക്കെ വെച്ചിട്ടും ഉണ്ടാക്കാം. അങ്ങനെയാകുമ്പോൾ ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് കിട്ടുക. ഇത് നമുക്ക് ചെറിയ ചെറിയ സ്ലൈസസ് ആക്കി മുറിച്ചെടുത്തിട്ട് യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്ക വിഭവമാണിത്. ഈവനിങ് സ്നാക്കായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. പുതിയ തലമുറക്ക് ചിലപ്പോൾ അറിയാത്തതായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.